hello everyone, assalamu alaikum. So once again welcome back to my channel. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഉമ്മാക്കൊരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണത്താൽ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ ആയി ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ടായി, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോർമലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് മേക്കിംഗ് തന്നെയാണ്. പക്ഷേ സീവീഡ് വെച്ചിട്ടുള്ള ഒരു സോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു നമ്മുടെ സീവീഡിൻ്റെ പാക്ക് എന്ന് പറയുന്ന സംഭവം. പക്ഷെ എല്ലാ വീഡിയോസിലും അവർ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഫുള്ള് മാറ്റുന്ന ഒരു ഇതാണ് കാണിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ ഫേക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ഫീല് കിട്ടും. അപ്പോൾ അതും കൂടെ നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തന്നു. ഒരു ഭയങ്കര ബ്രൈറ്റൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. ഡെയിലി ഇല്ലെങ്കിൽ ഒരു വീക്കിലൊരു 3 times യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കി ഒന്നുകൂടെ നല്ലതല്ലേ, നമുക്ക് ഡെയിലി അത് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് 300 gram ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സോപ്പ് ബേസ്. ഇനി നമുക്കിത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. നമ്മളിവിടെ ചെയ്യുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിവിടെ നമ്മുടെ പാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീവീഡിൻ്റെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു പൗഡറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ചെറിയ തരി ആയിട്ടുള്ള നമ്മുടെ സീവീഡിനെ കാണാൻ പറ്റും. സീവീഡ് എന്ന് പറയുന്നത് നമ്മുടെ കടൽപ്പായൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം പായലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതാണ് ഈ ഒരു സീവീഡ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണങ്ങളും ഭയങ്കര എഫക്റ്റൊക്കെ തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സീവീഡിൻ്റെ പാക്ക് കിട്ടുക. നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല എഫക്റ്റ് തരുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോപ്പും കൂടി നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സീവീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് അത്രത്തോളം ഉള്ളത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അലോവേറ ജ്യൂസ് വെച്ചിട്ടോ അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ റോസ് വാട്ടർ വെച്ചിട്ടൊക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്താ പറയുക, നോർമൽ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഒരു കുഴാന്ന് പറഞ്ഞിട്ട് ഇരിക്കും. എന്താ പറയുക, അങ്ങനെ നീളം ഇട്ടാൽ പിടിച്ചാലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടില്ലേ, അതിലിങ്ങനെ ഒരു ഫോട്ടോ അതിങ്ങനെ പിടിച്ച് നീളണ ഒരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു സീവീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല എഫക്റ്റീവും കൂടെ ആണ്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിലും കൂടെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഫുൾ ഇടുന്നില്ല, നമ്മുടെ കൈപ്പത്തിയുടെ ആ ഒരു ഭാഗത്ത്, അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ ഇടുന്നത്. അത്യാവശ്യം നല്ല ടാനൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയാണ് എൻ്റെ കൈ. അപ്പോൾ ഞാൻ കരുതി കയ്യിലിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ ഫിംഗറിലേക്ക് ഞാൻ കയറ്റി ഇടുന്നുമില്ല. അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ സോപ്പ് മേക്കിങ്ങിനായിട്ട് ആവശ്യമുള്ള എന്ത് മെറ്റീരിയൽസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ മെറ്റീരിയൽസും നമ്മളുടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ക്ലാസ്, ജെല്ല്, അതുപോലെ തന്നെ ലിപ് ബാം, എല്ലാം ക്ലാസ്സുകളും നമ്മൾ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു സീവീഡ് പാക്കിൻ്റെ പൗഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളത് നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഒരു അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നന്നായി കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ ഒരു എഫക്റ്റ്, ഒരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ബ്രൈറ്റനിങ് ഫീൽ കണ്ട. രണ്ട് കൈയും കൂടി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഫീല്. ഞാൻ ഫിംഗറിലേക്ക് കയറ്റിട്ടിട്ടില്ല, എന്നിട്ട് തന്നെ ആ ഒരു ഏരിയയിൽ നല്ല ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ, അപ്പോൾ നമുക്കിത് ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഫേസിനാണെങ്കിലും നല്ലൊരു, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനും വളരെയധികം നല്ലതാണ് സീവീഡ്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്നതിനായിട്ടും നല്ലത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും. കാരണം ഇത് നോർമൽ പൗഡറിലല്ലോ, കുറച്ചിങ്ങനെ ഒരു കുഴകുഴാന്നിരിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിലൊന്നും കൂടെ ഒന്ന് അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാക്ക്. എന്നാലും ജസ്റ്റ് അതിലൊരു ഇതുണ്ടാവും, എന്നാലും അധികം കട്ട പിടിക്കാതെ കിട്ടാനായിട്ടാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കയോളിൻ ക്ലേ പൗഡറാണ്, ജസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടാൽ. പക്ഷെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനത്തെ പൗഡേഴ്സ് പെട്ടെന്ന് മിക്സ് ആവാത്ത പൗഡേഴ്സ് നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ, അതിൽ മിക്സായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അത് ഓർത്തില്ല. പിന്നെ ഞാൻ മിക്സായി മെൽറ്റ് ആയതിന് ശേഷം എടുത്തതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പിന്നീടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ സ്പീഡിൽ കുറച്ചധികം നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പെർഫ്യൂമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് സീവീഡാണ്. സീവീഡിൻ്റെ സോപ്പിന് നമുക്ക് ഇങ്ങനെ സ്മെല്ലിന്നൊന്നുമില്ല അല്ലേ, കടൽപ്പായലിന് ഇങ്ങനെ സ്മെല്ലിന്ന് എൻ്റെ അറിവിൽ എനിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ബ്രൈറ്റ് ഷൈനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില സോപ്പുകൾ, വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും അതിന് ഏത് സ്മെല്ല് യൂസ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. ഇപ്പോൾ ഈ പപ്പായ, നീം, അലോവേറ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ സ്പെസിഫിക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പപ്പായ, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ അലോവേറ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അലോവേറ, നീമിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നീമിൻ്റെ സ്മെല്ല്, അങ്ങനെ. പക്ഷെ ചില സോപ്പുകൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്മെല്ലില്ല. അപ്പോൾ അങ്ങനത്തെ സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്മെല്ലുകളാണ് ആൽമണ്ട് ബ്ലോസം, അതുപോലെ തന്നെ ബ്രൈറ്റ് ഷൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്മെല്ലുകൾ നല്ലതാണ്. എല്ലാ സോപ്പുകളിലേക്കും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടിലൻ സ്മെല്ലുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിട്ടോ. അപ്പോൾ അതെന്തെങ്കിലും മെറ്റീരിയൽസ്, സ്മെല്ലോ ഫ്രാഗ്രൻസ് ഓയിലോ ബേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ. ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കരുതി ഇത് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഞാനിതിൽ എക്സ്ട്രാ അതുകൊണ്ട് തന്നെ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എക്സ്ട്രാ പിന്നെ ഓയിലൊന്നും ആഡ് ചെയ്യണില്ലാന്ന്. കാരണം എൻ്റെ ഓൾറെഡി ഓയിലി സ്കിന്നാണ്. പിമ്പിൾസൊക്കെ വരാൻ ഭയങ്കര ചാൻസ് ഉള്ള സ്കിന്നാണ്. അപ്പോൾ എക്സ്ട്രാ ഓയിലൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലോ ആൽമണ്ട് ഓയിലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉണ്ടാക്കുന്ന കാരണം ആഡ് ചെയ്യാണ്ടാണ്, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ പുറത്ത് കാണുന്നതാണ് ആ ഒരു സീവീഡിൻ്റെ ഇത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് കുറച്ച് കൂടുതൽ വന്നിട്ടുള്ളത്. താഴേക്ക് ബാക്ക് സൈഡിലേക്ക് കുറച്ച് വൈറ്റ് കളറായിട്ടും. അപ്പോൾ കൂടുതൽ ഭാഗം വന്നിട്ടുള്ളത് ആ മുകൾ ഏരിയയിലേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു മുകൾ ഭാഗത്ത് അങ്ങനത്തെ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി ഒരു 1-2 വട്ടം യൂസ് ചെയ്താൽ മതിയാവും. നല്ല സോപ്പ് ബേസ് എടുത്താൽ മതി കേട്ടോ. പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഞാൻ ഒരു പാത്രത്തിലെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പതയൊന്ന് കാണിച്ചു തരാം, ഫോമിങ് പവർ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പതയുന്നുണ്ടാന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരുണ്ടാകും. കാരണം സീവീഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അത് ഓൾറെഡി കുറച്ച് കൺസിസ്റ്റൻസി ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം 3 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം 300 ഗ്രാമാണ് ഞാൻ സോപ്പ് ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ പാക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് പതയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.